ഫ്ലിക്കറിംഗ് പ്രകാശത്തിന്റെ സ്രോതസ് കൊണ്ട് ആ ശ്രീകോവില് മുഴുവനും നിറഞ്ഞ് അതിനകത്ത് താപത്തിന്റെയും പ്രകാശത്തിന്റെയും ചൈതന്യം നിറച്ചുകൊണ്ട് വിഗ്രഹ സ്രോതസ്സില് അത് പിന്നീട് ഭക്തർക്ക് കൊടുക്കാൻ പാകത്തിന് ഒരു സിമ്പിൾ കമ്പാരറ്റീവ് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വലിയ ടാങ്കറില് പെട്രോൾ പമ്പില് കൊണ്ടുവന്ന് ലോറിയിൽ പെട്രോൾ ഇറക്കി സ്കൂട്ടറും കാറുമായി വരുന്നവർക്ക് 1 ലിറ്ററും 2 ലിറ്ററും 4 ലിറ്ററും കൊടുക്കുന്നത് പോലെ അർച്ചകസ്യ പ്രഭാവേന ശിലാ ഭവതി ശങ്കര എന്ന് പറഞ്ഞ് ആ ശിലയെ ചൈതന്യവത്താക്കിയിട്ട് 23x10⁻39 ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ഉയർത്തി ശ്രീകോവിലിനകത്തെ ദീപാരാധനാ സമയത്ത് നടയടച്ചുകൊണ്ട് പൂജിച്ചതിന് ശേഷം അത് തുറക്കുന്ന സമയത്ത് ആ ചൈതന്യം അതിന്റെ മുമ്പിലിരിക്കുന്നവർക്ക് കാണാം. രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ഈശ്വര സങ്കല്പം. ഇനി അതിന്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുന്നവർക്ക് ഒരു ഈശ്വര സങ്കല്പമുണ്ട്. ആത്മീയതയുമായി ബന്ധപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾ അറിയാൻ ഇവിടം വരെ എത്തണം. ത്രിമൂർത്തി സങ്കല്പം. ഇവിടെയും ഒരു പക്ഷേ ചിലപ്പോ നമുക്ക് തോന്നിയേക്കാം, ഒരു പാൽക്കടലിൽ കിടക്കുന്ന അനന്തൻ എന്ന സർപ്പത്തിൽ കിടക്കുന്ന നീല നിറത്തിലുള്ള ഒരു മഹാവിഷ്ണുവിനെ 5 തലയുള്ള ഒരു സർപ്പത്തിന്റെ പുറത്ത് കിടത്തിയിരിക്കുന്നവൻ ഏവനാടാവേ എന്ന് ചോദിച്ചേക്കാം. ബട്ട് വൺ തിങ്, ഇറ്റ് ഈസ് സൂപ്പർ വിച്ച് വി കൻ നോട്ട് ഇഗ്നോർ ഇറ്റ്. ആകാശത്തിന്റെ നീലനിറത്തെ ഗഗനം ഗഗനോപമ, സാഗരത്തിന്റെ നീലനിറത്തെ സാഗരം സാഗരോപമ, ആ നീല ചേർത്ത് അനന്തം എന്ന ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്ന ഗാലക്സിയുടെ മോഡലുള്ള കോയിലിംഗ് സ്ട്രക്ചറിനെ എടുത്ത് പൃഥിവി, അപ്, തേജ, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ പ്രശോഭിക്കുന്ന അനന്ത സർപ്പത്തിന്റെ മുകളില് മിൽക്കി വേ ഗാലക്സി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ക്ഷീരപദം എന്ന സംസ്കൃത പദത്തില് മഹാവിഷ്ണുവിനെ കിടത്തിയപ്പോൾ ഒരൊറ്റ കാര്യം, അതൊരു മനുഷ്യനെ അല്ല കിടത്തിയത്. അച്ഛനമ്മമാര് പ്രസവിച്ചൊരു വിഷ്ണുവിനെ അല്ല കിടത്തിയത്. ആ വിഷ്ണുവിന്റെ രൂപം പ്രപഞ്ചത്തിന്റെ മൂർത്തിമത് ഭാവമായി. അതേ വാക്ക് നാം ഉപയോഗിക്കാറുണ്ട്. വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം. അടുത്തത് സൗകര്യം മാതിരി നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഈ വിശ്വാകാരം, വിശ്വത്തിന്റെ ആകൃതി, ഗഗന സദൃശം, that cannot be equaled or equated or measured, or it is nothing but immeasurable. ആ ലെവലിൽ ഒരു മഹാവിഷ്ണുവിനെ അതിനകത്ത് ശാന്തമായി കിടത്തി. അതിൽ നിന്ന് ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിക്ക് അമ്മയിൽ നിന്ന് ചൈതന്യം പൊക്കിൾക്കൊടിയിൽ കൂടി വലിച്ചെടുക്കാൻ സാധിക്കുന്നതിനെ ബയോകെമിസ്ട്രിയിലൂടെ റെപ്രസെന്റ് ചെയ്ത് ഒരു പ്രപഞ്ചത്തിലെ സർവ്വതിനെയും സൃഷ്ടിക്കാൻ ബ്രഹ്മാവിനെ പിടിച്ച് സനാഭികമലേ വിഷ്ണോസ്ഥിതോ ബ്രഹ്മപ്രജാപതി, ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ നാഭിയിൽ നിന്ന് വരുന്ന ഒരു താമരയില് 4 തലകളുള്ള ഒരു ബ്രഹ്മാവിനെ പിടിച്ചിരുത്തിയപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ചോദിച്ചേക്കാം, ഒരു തലയുണ്ടായിട്ട് അച്ഛനും അമ്മയ്ക്കും നടക്കാൻ പറ്റണില്ല, 4 തലയുള്ള ഈ പാർട്ടി എങ്ങനെയാ നടക്കുന്നത്? ബ്രഹ്മാവിന് 4 തല വെച്ചത് ഒരു സൃഷ്ടികർത്താവും അദ്ദേഹത്തിന് കൊടുത്തതല്ല. അദ്ദേഹത്തിന് 4 തല കൊടുക്കാൻ കാരണം അന്നത്തെ ഗണിതജ്ഞന്മാര് ചെയ്തതാ. മാത്തമാറ്റീഷ്യൻസ് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ടൈം ആക്സിസും ചേർത്ത് കയ്യില് വേദം എന്ന അറിവ് ചേർത്ത് സരസ്വതി എന്ന ഒഴുക്കിലൂടെയുള്ള വിദ്യയെ ഭാര്യയാക്കി നിർത്തി അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ഡോക്ടർ സിറിൽ പൊന്നംപെരുമ എന്ന നോബൽ പ്രൈസ് വാങ്ങിയ ശാസ്ത്രജ്ഞന്റെ സൃഷ്ടി സിദ്ധാന്തം റീജിയണൽ റിസർച്ച് ലാബറട്ടറി ഹൈദരാബാദിൽ വന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, വാട്ട് എവർ ഐ എക്സ്പ്ലെയിൻ ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് കാർബൺ with hydrogen to form methane, which combines with ammonia to give that amine, which again gets combined with carbon dioxide to form the first amino acid, and that amino acid comes together to give that peptides and polypeptides, and finally you are reaching a stage of virus.
That is the creation of living molecule of protein എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് സംഭവിച്ചത് പ്രപഞ്ച ചൈതന്യം എന്ന ഇലക്ട്രിക് ഊർജം, വൈദ്യുതി എന്ന വിദ്യുത് ശക്തി എന്ന ലൈറ്റ്നിങ്, താപം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സൃഷ്ടി നടത്തി. അത് മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിക്ക് ചൈതന്യമായത് പ്രപഞ്ചമെന്ന വിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു അന്നത്തെ ഋഷിവര്യന്മാർക്ക്. ഇന്ന് അതിനകത്ത് ഒരു കൺഫ്യൂഷനുമില്ല. ഓൺലി വാട്ട് വി ക്യാൻ അറൈവ് അറ്റ് ഈസ് ഓൺലി എ കൺക്ലൂഷൻ, നോട്ട് കൺഫ്യൂഷൻ. അവിടെ നിന്ന് രുദ്രനിലേക്ക് പോയാൽ ത്രിമൂർത്തി സങ്കല്പത്തിലെ രുദ്രൻ എന്ന് പറയുന്നത് ടിവിയിൽ കാണുന്ന സീരിയലിലെ രുദ്രനല്ല. അത് നോർത്ത് ഇന്ത്യയിൽ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ്. ആ രുദ്രന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. ധ്യേയം പഞ്ചമുഖോ രുദ്ര ബിഭ്രതൂർപ്പി കുടാരം മൃഗമഭയവരവും സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രജന്മാത്തവാസ ധ്യേയോ മുക്ത പരാഗാമൃതരസഹിലതാ ത്രിപ്രഭാ പഞ്ചഭക്ത ത്രക്ഷ കോടീര ഗണിത തുഹിനരോ ചിഷ്കല ഉത്തുംഗമൗലി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമായി സിംബോളിക് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സംഹാര ശക്തിയെ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന അഗ്നിയുടെ പ്രവാഹത്തെ തൃക്കണ്ണുകൊണ്ടും ജഡയിൽ നിന്ന് വായുവിന്റെ പ്രവാഹത്തെയും ജഡയിൽ നിന്ന് തന്നെ അത്യുജ്വല ശക്തിയോടുകൂടിയ ജലത്തിന്റെ പ്രവാഹത്തെയും ആയുധത്തെ തൃശൂലമായും ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ രോഗത്തിന്റെ സിംബിളായിട്ടുള്ള സർപ്പത്തെ കഴുത്തിലും അണിഞ്ഞ് 5 തരത്തിലെ സംഹാരം രോഗത്തിൽ നടക്കൂ എന്ന് വിവരിച്ചുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന പ്രപഞ്ച ചൈതന്യത്തെ ക്ലാസിഫൈ ചെയ്ത് മുമ്പോട്ട് വെച്ചപ്പോൾ ഭാരതീയ ധാർമ്മിക മൂല്യങ്ങളിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കാൻ പാകത്തിന് ശാസ്ത്രീയമായ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ വെച്ചുകൊണ്ട് അതിനപ്പുറത്ത് അർജുനനോട് പറഞ്ഞൊരു വരി കൂടി പറഞ്ഞു. ഇതിന്റെയും പുറകോട്ട് പോകാൻ സാധ്യമാണ് എങ്കിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിൽ വിശ്വരൂപത്തിൽ നിനക്കെന്നെ കാണാൻ സാധിക്കും. ഒരു കാര്യം മാത്രം, അത് ഈ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല അർജുന. ഈ കണ്ണ് ഈസ് an ordinary eye that it is not sufficient for you to see everything. So that ശ്രീകൃഷ്ണൻ ഇംഗ്ലീഷിലല്ല സംസ്കൃതത്തിൽ പറഞ്ഞു, ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ശരിക്കും വൈകുന്നേരം കുറച്ചുകൂടി ലേറ്റ് ഈവനിങ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ നൈറ്റ് ആകാശത്ത് ചെന്ന് മേഘങ്ങളൊന്നുമില്ല എങ്കിൽ ഒന്ന് നോക്കുക, നിറഞ്ഞ നക്ഷത്രങ്ങളുള്ള ആ ആകാശത്തിൽ ഒന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. അതിലെ ചില നക്ഷത്രത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് പ്രകാശം വരുന്നത് ഏതാണ്ട് 3000-ഓ 4000-ഓ 5000-ഓ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് ഉത്ഭവിച്ച പ്രകാശമാണ് ഇന്ന് നിങ്ങളുടെ കണ്ണിൽ വന്ന് എത്തിച്ചേർന്നത്. BC 3140-കളില് മഹാഭാരത യുദ്ധം നടന്നപ്പോൾ ചില നക്ഷത്രത്തിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടേക്കാം. ആ പ്രകാശമാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ വന്ന് ചേരുന്നത്. അത്രയും മഹത്തായ ഒരു പ്രപഞ്ചത്തെ നന്ദം ന മധ്യം ന പുനസ്തവാദിം, തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ആ പ്രപഞ്ച രൂപത്തില് ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദോത്തിത, ആയിരക്കണക്കിന് സൂര്യന്മാർ പ്രോജ്വലിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തില് നിൽക്കുന്നതായ വിശ്വരൂപത്തെയാണ് ഭാരതീയര് പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞത്. അതിനെ മുമ്പിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഭാരതത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അതിന്റെ അപ്പുറം കടന്നാൽ കരയോഗത്തിലെ ഒരു പ്രഭാഷണത്തിന് സാധാരണ സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മവും കൂടി ചേർത്ത് പറഞ്ഞാൽ അത് പൂർണ്ണമാകും. സഗുണത്വമുള്ള നിരന്തരം ചലനാത്മകമായ ഒരാറ്റത്തിനകത്തെ ഇലക്ട്രോണുകളും നിരന്തരം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ന്യൂക്ലിയസും പുറത്തു നിന്ന് നോക്കിയാൽ അനങ്ങാതെ ഇരിക്കുന്നതായിട്ട് കാണുന്ന നിർഗുണത്വവും
അകത്തേക്ക് നോക്കിയാൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന സഗുണത്വവും കാണാൻ സാധിക്കുന്നത് എപ്രകാരമാണ്? ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിനകത്തിരിക്കുന്നവരെല്ലാം 1640 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്ന ഭൂമിയോടൊപ്പം കറങ്ങുകയാണ്. ആരും അറിയുന്നില്ല. 69,500 കിലോമീറ്റർ പെർ അവർ വേഗതയില് കിഴക്കേ ദിശയിലേക്ക് ഈ ഭൂമി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. 72,500 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയില് ഈ ഗാലക്സി വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചലനാത്മകത അതിനകത്തുള്ളപ്പോൾ തന്നെ, സഗുണത്വം എന്ന ബ്രഹ്മചൈതന്യം അതിനകത്തുള്ളപ്പോൾ തന്നെ, നിർഗുണത്വം എന്ന ഒബ്സർവേഷൻ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത നിചേതനത്വം, സചേതനത്വവും അചേതനത്വവും രണ്ടും ഒരേ വസ്തുവിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാം. അത് എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട്. ആ പ്രപഞ്ച ചൈതന്യം എന്റെ ശരീരത്തിൽ അനുനിമിഷം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭാരതീയ സിദ്ധാന്ത പ്രകാരം ഏത് ഉപനിഷത്ത് പഠിച്ചാലും എന്താണ് മനസ്സിലായത് എന്ന് യജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാരോട് ചോദിക്കാറുണ്ട്. ഋഗ്വേദീയ ഉപനിഷത്താണ് പഠിച്ചത് എങ്കിൽ ഒരു കാര്യം നിനക്ക് മനസ്സിലാകും. യജുർവേദീയ ഉപനിഷത്താണ് പഠിച്ചത് എങ്കിലോ അപ്പൊ നിനക്ക് മനസ്സിലാകുന്ന ഒരു മഹാവാക്യമുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ഈശ്വര ചൈതന്യത്തിന്റെ ഉറവിടം. സാമവേദം പഠിച്ചാൽ തത് ത്വം അസി, തത്വമസി. അഥർവവേദം പഠിച്ചാൽ അയം ആത്മാ ബ്രഹ്മ. അപ്പൊ ഞാൻ ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് നിന്നിലും വർത്തിക്കുന്ന ചൈതന്യം. അത് ആത്മാവിന്റെ രൂപത്തിൽ വർത്തിക്കുന്നു. എങ്ങനെ അറിയാൻ സാധിക്കും? ഋഗ്വേദത്തിന്റെ ഉപനിഷത്തുക്കൾ പഠിച്ചാൽ അറിയാൻ സാധിക്കും. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ്, കോൺഷ്യസ്നെസ് ആണ്, അവയർനെസ് ആണ് ബ്രഹ്മചൈതന്യം. ഇത് ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷന്റെ ഏറ്റവും അടിസ്ഥാന തത്വമായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാസയിലെയും റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെയും തിയറട്ടിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റില് ഫിസിക്സ് സബ്ജക്റ്റിന്റെ അവസാനത്തെ വാക്യമായിരിക്കുന്നു. അങ്ങനെയുള്ള എന്റെ ചൈതന്യം, എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ആ ചൈതന്യത്തെ എനിക്ക് കാണണമെന്നൊന്ന് വിചാരിക്കുക. അത് സാധ്യമല്ല. ചക്ഷുഷാ ന പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഏന ചക്ഷുംഷി പശ്യതി, കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യമേതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി, അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കുക. നയിതം, അത് മാത്രമല്ല, തദിതം, അതും കൂടിയാണ്. ഉപാസതേ, അത് മാത്രമല്ല ബ്രഹ്മചൈതന്യം, അതും കൂടി ബ്രഹ്മചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്യുജ്വലമായി പ്രപഞ്ചം മുഴുവനും വർത്തിക്കുന്ന ആ പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമായി ഭാരതീയർ കണ്ടപ്പോൾ അത് പ്യുവർ ബയോകെമിസ്ട്രി കൂടിയായി മാറുന്നു. ശ്രോത്രേണ നശ്രണോതി, ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല. ഏന ശ്രോത്രമിതം ശ്രുതം, ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ഏതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി. യത് മനസാ ന മനുതേ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല. ഏനാഹുർമനോമതം, മനസ്സിനെ മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കി ഒരു മനുഷ്യ ശരീരത്തെ ക്ഷേത്ര രൂപത്തിൽ ചലനാത്മകമായ ബ്രഹ്മചൈതന്യത്തിന്റെ നിറകുടമായി വർത്തിക്കുന്നതിന്റെ രീതിയിൽ വേണം ധാർമ്മിക മൂല്യങ്ങളെ വിലയിരുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ യഥാർത്ഥത്തില് എന്താണ്? അത് പ്രത്യേകിച്ചൊന്നും പറയാൻ സാധ്യമല്ല. ഈ നാട് ഇത്രയും കാലം നിലനിന്നിരുന്നത് അതിനകത്ത് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ന രാജ്യം
ന രാജാസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. ക്ലിയർ ഡെഫിനിഷനാണ് ധർമ്മത്തിന്. ഇതിലപ്പുറം ധാർമ്മിക മൂല്യങ്ങൾക്കൊരു ഡെഫിനിഷൻ ഇല്ല. ന രാജ്യം, ഒരു രാജ്യത്തിന് അതിർത്തികൾ പ്രത്യേകിച്ചില്ല. ന രാജ ആസീത്, ഒരു രാജാവുമില്ല. ന ദണ്ഡ്യോ, ശിക്ഷിക്കപ്പെടേണ്ടവരില്ല. ന ദണ്ഡിനഃ, ശിക്ഷിക്കുന്നവരില്ല. ധർമ്മേണ ഏവ പ്രജാ സർവേ, ധർമ്മം കൊണ്ട് മാത്രമാണ് എല്ലാ പ്രജകളും രക്ഷന്തി സ്മ പരസ്പരം, പരസ്പരം രക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്രകാരം തന്നെയാണ് ആദരണീയനായ പരമേശ്വർജി പറഞ്ഞതുപോലെ 4 പുരുഷാർത്ഥങ്ങളിലൂടെയാണ് ഭാരതം ജീവിച്ചിരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതില് ജീവിതത്തിന്റെ സമഗ്രമായ വീക്ഷണം ധർമ്മം എന്ന ഒരു മതിൽക്കെട്ട് ഇടതുവശത്തും മോക്ഷം എന്ന മറ്റൊരു മതിൽക്കെട്ട് വലതുവശത്തും വെച്ച് അതിനകത്ത് അർത്ഥകാമങ്ങളെ വെച്ച് ഒരു പരിധിക്കപ്പുറം ഭൗതികമായ രീതിയിൽ പോകുന്നത് അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ജീവിതത്തെ ധർമ്മത്തോടും മോക്ഷത്തോടും ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ എന്താണ് ധർമ്മം? സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും പറഞ്ഞു, ധർമ്മോ രക്ഷതി രക്ഷിതഃ, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. അപ്പോഴും എന്താ ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ശ്രീകൃഷ്ണൻ BC 3140 ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്, ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭവോച്യുത. ഈ ഒരു വരിയുടെ ഡെഫിനിഷൻ മാത്രമാണ് ധർമ്മത്തിനുള്ളത്. ആചാരങ്ങളിലൂടെ ധർമ്മം ശോഭിതമാകുന്നു, ധർമ്മത്തിലൂടെ ഈശ്വരൻ ശോഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അച്യുത, നാശഹീനമായ ഒന്ന് ശോഭിക്കുന്നു എന്ന് പറയാം. ഈ ധർമ്മസൗധം, പ്ലാറ്റിനം ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഓഡിറ്റോറിയമാണ് ധർമ്മസൗധമെങ്കിൽ അതിനകത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇഷ്ടികയുമാണ് ആചാരം. ആചാരം എന്ന ഇഷ്ടിക കൊണ്ടാണ് ഈ സൗധം ഉണ്ടാക്കിയിരിക്കുന്നത്. വെറുതെ കുറെ ഇഷ്ടികകൾ വെച്ചാൽ ഈ പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ഹാൾ ആവുകയില്ല. അതിനിടയ്ക്ക് സിമന്റ് വെക്കണം, പ്ലാസ്റ്റർ ചെയ്യണം. ആ സിമന്റും പ്ലാസ്റ്ററുമാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ നാം എന്താണോ ആചരിക്കുന്നത്, ആ ആചരിക്കപ്പെടുന്ന ആചാരങ്ങളുടെ മൊത്തം സമൂഹം എടുത്താൽ അത് ധാർമ്മിക മൂല്യങ്ങളാണ്. അത് മാതൃദേവോ ഭവ ആചാരം, പിതൃദേവോ ഭവ ആചാരം, ആചാര്യദേവോ ഭവ ആചാരം. ദിവസം നോക്കാതെ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥി ദേവോ ഭവ ആചാരം. ഇത് ധർമ്മമാകുന്നത് സനാതന ധർമ്മത്തിൽ ചിരപുരാതനമായ നിത്യനൂതനമായ ഈ കാഴ്ചപ്പാട്, ഈ ആചാരങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവരും കൂടി ചേർത്ത് ഒരേ രീതിയിൽ പ്രവർത്തിച്ചനുശാസിച്ചു പോരുമ്പോൾ ആ ആചാരങ്ങൾ ധർമ്മമായി മാറും. ഈ ആചാരങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും ആചരിക്കണമെന്നുണ്ടോ? സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആവറേജ് ഓഫ് ആചാരമാണ്. സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർദ്ധകം പട്ടണേ തു തത്പാദം യാത്രേ ശൂദ്രാതാചരതേ. സ്വന്തം ഗ്രാമത്തിലാണെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനങ്ങളായ ആചാരങ്ങൾ പൂർണ്ണമായി അനുശാസിക്കണം. മറ്റൊരു ഗ്രാമത്തിലാണെങ്കിൽ പകുതി മതി, സിറ്റിയിലാണെങ്കിൽ കാൽഭാഗം മതി. ധാർമ്മിക മൂല്യങ്ങൾ വിലയിരുത്തുന്നവരും അറിയുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാം യാത്രയിൽ വേണാട് എക്സ്പ്രസിലിരുന്ന ആചാരങ്ങൾ തുടങ്ങിയാൽ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് യാത്രയെ ശൂദ്രാതാചരതേ, ആചാരങ്ങൾക്ക് അത്രയേ പ്രസക്തിയുള്ളൂ. ആ ആചാരങ്ങളുടെ മൊത്തം
മൂല്യം ധാർമ്മികമായി മനസ്സിലുണ്ടായിരിക്കണം. ആരിൽ നിന്നാണ് ആചാരം പഠിക്കേണ്ടത്? ആചാര്യനിൽ നിന്ന് ആചാരം പഠിക്കണം. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ശേഷം കാലക്രമേണ ച is a scientific tempered vision. Otherwise they could have told that all these acharas you should learn by heart. You should apply in your life every day. You should implement it in every moment. Otherwise it is very dangerous for you. എന്താ അവര് പറഞ്ഞില്ല? ആചാര്യ പാദമാദത്തെ, കഴിഞ്ഞ തലമുറയില് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നവരിൽ നിന്ന്, നമ്മളെ ഉപദേശിക്കാൻ വരുന്നവരിൽ നിന്ന്, നമുക്ക് മാർഗദർശികളായിട്ട് വരുന്നവരിൽ നിന്ന് കാൽഭാഗം സ്വീകരിക്കുക. പാദം ശിഷ്യസ്വമേധയ, കാൽഭാഗം ഈ ശിഷ്യൻ സ്വമേധയാൽ വിലയിരുത്തി ഉണ്ടാക്കണം. പാദം സബ്രഹ്മചാരിഭ്യ, കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് ആചാരാനുഷ്ഠാനങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കണം. ശേഷം കാലക്രമേണ ച, മറ്റേ കാൽഭാഗം കുറെ കാലം കഴിഞ്ഞ് ജീവിതത്തിന്റെ പന്താവില് അഡീഷൻസ് ആൻഡ് ഡെലീഷൻസിലൂടെ പോസിബിൾ ആണ്. Those additions and deletions are possible if and only if we have got the scientific temper. അതുകൊണ്ടാ പറയുന്നത് ശനൈർ പന്ഥ ശനൈർ വിദ്യ ശനൈർ പർവതലംഘനം ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ശനൈർ പന്ഥ ശനൈർ വിദ്യ ശനൈർ പർവതലംഘനം. വിദ്യ അഭ്യസിക്കുമ്പോൾ, ജ്ഞാനം ഉൾക്കൊള്ളുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി. ദൂരയാത്രയ്ക്ക് നടക്കുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി. ഉയർന്ന പർവ്വതത്തിലേക്ക് കയറുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൽ വിൻസ് ദ റേസ്. ഇനി ആചാര്യനിൽ നിന്ന് കാൽഭാഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞില്ലേ? ധാർമ്മിക മൂല്യങ്ങൾ ഏതാചാര്യനിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്? അതും വളരെ നിഷ്കർഷയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ആചിനോതി ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതേ സുധി സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ഏതുപദേശമാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിന്റെ ശാസ്ത്രീയമായ അർത്ഥം അറിഞ്ഞിരിക്കണം. ഭാരതീയർ അത് അറിഞ്ഞിരുന്നു. ഓരോ ധാർമ്മിക മൂല്യവും ഉപദേശിച്ചുകൊണ്ട് വരുന്ന വേളയില് ആ ധാർമ്മിക മൂല്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ആചാരതന്തുക്കളുടെ ശാസ്ത്രീയ മൂല്യങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഏതാചാര്യനാണോ ആചാരത്തിന്റെ മൂല്യങ്ങൾ അറിയുന്നത് ശാസ്ത്രീയമായിട്ട്, ശിഷ്യാൻ സാധയതേ സുധി, ശിഷ്യന്മാരെ എളുപ്പത്തിൽ സിംപ്ലിഫൈഡ് വേ ആയിട്ട് ഏതാചാര്യനാണോ പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്നത്, പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സ്വയം ആചരതി ചൈവ, സ്വയം ആചരിക്കുന്നതാരാണോ സഹ ആചാര്യ ഇതി സ്മൃത, അവനാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആചാര്യന്റെ ഡെഫനിഷൻ, ആചാരത്തിന്റെ ഡെഫനിഷൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്ഥലത്തിന്റെ ഡെഫനിഷൻ, ഇത്രയും കാര്യങ്ങള് ഇന്നത്തെ ടൈറ്റില് ഒരു പ്രത്യേക ടൈറ്റിലാണ്. ധാർമ്മിക മൂല്യങ്ങൾ എന്ത്, എന്തിന്, എങ്ങനെ, ആചാരങ്ങൾ എന്ത്, എന്തിന്, എങ്ങനെ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ആചാരങ്ങൾ 1 by 1 ആയിട്ട് പഠിക്കണം. ശാസ്ത്രീയമായിട്ട് ആചാരങ്ങളുടെ അർത്ഥം എങ്ങനെയാ മനസ്സിലാക്കുക? സാക്ഷാത് അനുഭവയ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ഓരോ ആചാരവും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യണം. അവനവന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരാചാരം അനുഷ്ഠിക്കുന്നതിനെ വിലയിരുത്താൻ സാധിക്കണം. അത് ഗുരു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ആചാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ പണ്ടുള്ളവര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ആചാരം അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞ് ചെയ്യരുത്. സാക്ഷാത് അനുഭവയ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത. ഇനി എന്തിനാ ധാർമ്മിക മൂല്യങ്ങൾ? ലോകാനാം ഉപകാരായ
ഏതത് സർവം പ്രദർശിതം. ലോക നന്മയ്ക്കായിക്കൊണ്ടാണ് സർവ ആചാരങ്ങളും, ലോക നന്മയ്ക്കായിക്കൊണ്ടാണ് സകല ധാർമ്മിക മൂല്യങ്ങളും എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണെന്ന് പരീക്ഷിച്ചു നോക്കണമെങ്കിൽ പരീക്ഷായാസ്തു ഖലു പ്രയോജനം. നിരന്തരമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. രാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കുന്ന ആചാരം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്, ബോഡിയിലെ മെറ്റാബോളിസം മാറുന്നുണ്ടോ, ഇഫക്റ്റീവ് ആകുന്നുണ്ടോ, സ്കിൻ ക്യാൻസറിന്റെ അളവ് കുറയുന്നുണ്ടോ? കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. 11.5% സ്കിൻ ക്യാൻസർ വരുന്ന കേരളത്തിലെ ഹയസ്റ്റ് റേറ്റിന് കാരണം രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാത്തതാണ് എന്ന് ഡീപ്പ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് പറയുന്നു. കാരണം 12 മണിക്കൂർ ഫാനിന്റെ ചുവട്ടിൽ കിടക്കുന്ന നമ്മള് ട്രോപ്പിക്കൽ റീജിയണിലെ ക്ലൈമാറ്റില് ഇത്രയും അധികം വിയർപ്പ് വന്ന് ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും സോഡിയം ഫോസ്ഫേറ്റും യൂറിയയും നേരെ ത്വക്കിനെ കവർ ചെയ്ത് കുറെ സമയം ഇരുന്ന് കുറെ സെന്റ് സ്പ്രേ ചെയ്ത് സ്കൂളിൽ ചെന്ന് തിരിച്ചു വൈകുന്നേരം വരുമ്പോഴും അമ്മ പറയും, മോളെ നീ ആകപ്പാട് കൂടി വെള്ളിയാഴ്ച മാത്രം കുളിച്ചാ മതി, കാരണം ഇല്ലെങ്കിൽ നിനക്ക് പനി പിടിക്കും, പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കില്ല. ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജനനം മുതൽക്ക് ഞാൻ ഈ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ രാവിലെ എല്ലാ ദിവസവും കുളിക്കണ്ട. പക്ഷെ കുളിക്കുക എന്ന ആചാരം തണുത്ത വെള്ളത്തിൽ നടത്തിയിരുന്ന കേരളീയർക്ക് 2% സ്കിൻ ക്യാൻസർ ഉണ്ടായിരുന്നില്ല. Now it is touching to 11.5%. Why this increase? Because we have evaded some of the acharas. അപ്പോ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു തന്തു ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്തപ്പോൾ നേരെ സാക്ഷാത് അനുഭവയിൽ ദൃഷ്ടോ എന്ന പദത്തിന് വ്യതിചലനം വന്നു. അങ്ങനെ ആചാരങ്ങളിൽ മാറ്റം വരുന്നു. അത് സംഭവിക്കരുത്. ഈ ആചാരങ്ങൾ ഒന്നൊന്നായി ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാകും. കുടുംബ ബന്ധം എന്ന് പരമേശ്വർജി പറഞ്ഞിരുന്നു. ഈ കുടുംബ ബന്ധം എങ്ങനെയാ കാണുക? കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്താൽ അച്ഛന് മക്കളോടുള്ള സ്നേഹം അറിയാൻ സാധിക്കോ? മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം കിർലിയൻ ഫോട്ടോഗ്രാഫി കൊണ്ട് അറിയാൻ സാധിക്കില്ല. വെറും TV ഫിലിം എടുക്കുന്ന ക്യാമറ കൊണ്ട് അറിയാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ അറിയാൻ സാധിക്കുക? സ്നേഹമുണ്ട്, ബന്ധമുണ്ട്, തമ്മിൽ ഒരുമിച്ചുള്ള അസ്തിത്വത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് അറിയണമെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്സർവേഷണൽ പ്രൂഫ്? ആ പ്രൂഫാണ് കുടുംബത്തിനകത്ത് ഒരു മകൻ അല്ലെങ്കിൽ മകള് ആ പുത്രന്റെ പുത്രിയുടെ ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു പുത്രനിൽ നിന്ന് അർഹിച്ചത് എന്തെല്ലാമാണോ അച്ഛന് കിട്ടേണ്ടത് അത് മുഴുവനും കിട്ടുന്ന സമയത്തിലാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമുണ്ടാവുന്നത്. അതെങ്ങനെയാ അറിയാം? അച്ഛൻ മകനെ സംസ്കരിച്ച് 16 ഷോഡശ കർമ്മങ്ങളിലൂടെ വളർത്തിയെടുക്കുക. ഇപ്പോൾ എന്താ സംഭവിക്കുക? 16 ഷോഡശ കർമ്മങ്ങളിലൂടെ ഭാരതത്തിലെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മക്കളെ വളർത്തിയിരുന്ന കാലഘട്ടം അതിവിദൂരമൊന്നുമല്ല. കേരളത്തിൽ പോലും 100 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഇന്ന് ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആചാര്യന്റെ സാന്നിധ്യത്തില് മകൻ ജനിച്ചു കഴിഞ്ഞാൽ, മകള് ജനിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ആ കുട്ടിയുടെ തലക്കുറി എഴുതുക. ആദ്യത്തേതായിട്ടുള്ള ഷോഡശ കർമ്മം വരുന്നു. അതൊരാചാരമാണ്. ജനിച്ച ദിവസം എന്നാണ് എന്ന് പ്രപഞ്ചത്തിലെ ഗോളങ്ങളെ നോക്കിക്കൊണ്ട് അവയുടെ പൊസിഷൻ വെച്ചുകൊണ്ട് മേടസംക്രാന്തി കഴിഞ്ഞ് മേടം, മെടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം എന്ന് പറഞ്ഞ് രാശിയിൽ നിൽക്കുന്ന ഗോളങ്ങളെ മുഴുവനും ജാതകത്തിലൂടെ എഴുതി വെക്കുമ്പോൾ പിന്നീട് 60ാമത്തെ വർഷം വരുമ്പോൾ മകന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സമയത്ത് മകനോട് സ്വകാര്യമായിട്ട് പറയാം, നീ ജനിച്ച നക്ഷത്രത്തില് ഈ എല്ലാ ജ്യോതിർഗോളങ്ങളും എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് 2ാമത്തെ പ്രാവശ്യം ആ ജ്യോതിർഗോളങ്ങൾ വരുന്നത് ജ്യോതിർഗോളങ്ങളുടെ വെലോസിറ്റിയുടെ LCM ആയിട്ടുള്ള 60ാം വർഷമാണ്. ആ ഷഷ്ട്യബ്ദ പൂർത്തി ഈസ് ദ സെക്കൻഡ് ബർത്ത്ഡേ as far as the celestial combinations are concerned. അങ്ങനെ
ആ ജന്മനക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത് ഒരു രക്ഷയില്ല. ജനുവരി 1-ാം തീയതി ജനിച്ചു, ജനുവരി 1-ാം തീയതി അടുത്ത വർഷം ഈ നക്ഷത്രങ്ങൾ ഒന്നും ആ പ്രദേശത്ത് ഇരിക്കണമെന്നില്ല. 60-ാം വർഷത്തിലെ ജനുവരി 1-ാം തീയതിയും ആ പൊസിഷനിൽ ഇരിക്കണമെന്നില്ല. നക്ഷത്രം തന്നെ വേണം. ആ സ്റ്റാറില് രോഹിണി നക്ഷത്രം, തിരുവോണ നക്ഷത്രം, പുണർന്ന നക്ഷത്രത്തിലാണെങ്കിൽ മാത്രമേ ചന്ദ്രനും സൂര്യനും ഉൾപ്പെടെയുള്ള ജ്യോതിർഗോളങ്ങൾ ജനന ദിവസത്തെ ജനന സമയത്തിലുള്ള പൊസിഷനില് 60-ാം വർഷവും വരികയുള്ളൂ. അത് അച്ഛൻ മകനെ സംസ്കരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങുന്ന, ഞാൻ അവിടെ ഇഞ്ചക്ഷൻ എന്ന് ഉപയോഗിച്ചത് പോസിറ്റീവ് സെൻസിലാണ്, നെഗറ്റീവ് സെൻസിലല്ല. ആ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങുന്ന ദിവസത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഈ ജാതകർമ്മത്തിലൂടെയാണ്. അതിനുശേഷം ചൂടാകർമ്മം തുടങ്ങി പലതുമുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ബ്രാഹ്മണ സഭയുടെ ഒരു യജ്ഞോപവീത ധാരണ കർമ്മം ശങ്കര ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്നതിന്റെ നാന്ദി സമാരാധന എന്ന് പറഞ്ഞ് തലേ ദിവസം വൈകുന്നേരം നടത്തുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ധാരാളം കുട്ടികൾ യജ്ഞോപവീതം ധരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്താ യജ്ഞോപവീതം ധരിക്കുക? മകനെ, കൊച്ചുകുട്ടിയെ അച്ഛന്റെ മടിയിലിരുത്തിയിട്ട് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേയത് സഹജം പുരസ്താത് ആയുഷ്യമുഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ. വേദം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ജന്മത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ബ്രാഹ്മണരായിട്ടുള്ളവർ നടത്തുന്ന യജ്ഞോപവീത ധാരണ കർമ്മം. ക്ഷത്രിയരാണെങ്കിൽ യജ്ഞോപവീതം ധരിപ്പിച്ചതിന് ശേഷം ആയുധാഭ്യാസം തുടങ്ങുന്നു. വൈശ്യരാണെങ്കിൽ യജ്ഞോപവീതം ധരിപ്പിച്ചതിന് ശേഷം അവർ വ്യാവസായിക കാര്യങ്ങളും കൃഷി കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും മകനെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. എല്ലാവർക്കുമുണ്ട് യജ്ഞോപവീത ധാരണം. ആ സമയത്ത് മകനെ അടുത്ത് വിളിച്ചു വരുത്തിയിട്ട് ഒരു ഉപദേശം കൊടുക്കാറുണ്ട്. ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേനൈവ ബ്രാഹ്മണ. എടാ മോനെ, നീ ജനിച്ച സമയത്ത് സാധാരണ ഒരു മനുഷ്യനാ. in ordinary capacity man who has lived in this earth just like that, just like an animal. നീ ജനിച്ചു, നീ വളരുന്നു. അതിനിടയ്ക്ക് നിന്നെ സംസ്കരിച്ച് എടുത്തുകൊണ്ടുവരുന്ന പ്രോസസ്സിൽ ഇടയ്ക്ക് വരുന്നതാണ് പുതിയ ഒരു സിസ്റ്റമാറ്റിക് ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ ഉപനയനം. അടുത്തേക്ക്, നയനം കൊണ്ടുപോകല്. നയനം കണ്ണ് എന്നർത്ഥവും കൂടിയുണ്ട്. ഇവിടെ ഉപനയനം, ഉപനയിക്കുക, കൊണ്ടുപോവുക. ഏതിന്റെ? ബ്രാഹ്മണൻ വേദത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, ക്ഷത്രിയൻ ആയുധാഭ്യാസത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, വൈശ്യൻ കൃഷി വാണിജ്യത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഈ പ്രോസസിംഗ് നടക്കുന്നത്, റിഫൈനിങ് നടക്കുന്നത് ഈ സാക്രമെന്റിലൂടെയാണ്. ആ സാക്രമെന്റ് എന്ന ആചാരം മകനെ മടിയിലിരുത്തിയിട്ട് ഒരു ഉപദേശം കൊടുക്കാറുണ്ട്. സാവിത്രി മന്ത്രം, ഗായത്രി മന്ത്രം വിശ്വാമിത്ര മഹർഷി എഴുതിയത്. ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അർത്ഥം എന്താ? മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണം എന്നല്ല, ധാരാളം ചോറും സാമ്പാറും കിട്ടണം എന്നല്ല, വളരെ സിമ്പിൾ അർത്ഥം. തത് സവിതൃവരേണ്യം, സർവ്വതിനും ആധാരഭൂതമായിരിക്കുന്ന